ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ബഡ്ജറ്റ് 5G ഫോണാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ M4 എന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ തമ്പനയിൽ സൂചിപ്പിച്ച പോലെ 5G എനേബിൾഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ് ഈ പോക്കോ M4 എന്ന് പറയുന്നത്. അപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു 5G ഫോണാണിത്. ശരിക്കും നമുക്ക് ആദ്യം എന്നാൽ ഇതിൻ്റെ ബോക്സിന് പുറത്തുള്ള സ്പെക്കുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം പറയാനായിട്ടുള്ളത് ഡുവൽ 5G മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെമൻസിറ്റി 700 ആണ്. പിന്നെ ട്രൂലി 7 5G ബാൻഡ് സപ്പോർട്ടുണ്ട്. അതായത് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള 7 5G ബാൻഡുകളും ഇതേ സപ്പോർട്ടാണെന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു 6.58 ആണ് ഡിസ്പ്ലേ സൈസ് പറയുന്നത്. അതുപോലെ 90 Hz റിഫ്രഷിംഗ് റേറ്റ് പറയുന്നുണ്ട്. അതുപോലെ ഫുൾ HD പ്ലസ് ആണ് ഡിസ്പ്ലേ. ഈ 90 Hz റിഫ്രഷ് റേറ്റ് ഞാൻ പറഞ്ഞു, അത് ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിൻ്റെ ഒരു റിയാക്ഷനാണ്. അതിന് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഫോണിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെയധികം ഗുണം ചെയ്യും. ഗെയിമിങ്ങിനാണെങ്കിലും നമുക്കിതിലെ എല്ലാ ആക്ടിവിറ്റീസിനും വളരെ സ്പീഡ് നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ അടുത്ത പറയാനായിട്ടുള്ള ക്യാമറയാണ്. ക്യാമറ നമുക്ക് പറയണം, ബാക്ക് ക്യാമറ പറയുന്നത് 50 MB, അതായത് 50 MP ക്യാമറയാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. AI ക്യാമറയാണ്. അതുപോലെ ഫ്രണ്ട് ക്യാം പറയുകയാണെങ്കിൽ 8 MB സെൽഫി ക്യാമറയാണ് പറയുന്നത്. അടുത്ത പറയാനുള്ള ബാറ്ററിയാണ്. ബാറ്ററി 5000 mAh ബാറ്ററി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7nm പവർ എഫിഷ്യൻറ്റ് പ്രോസസ്സറാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പവറേ എടുക്കുകയുള്ളൂ. നമുക്ക് കൂടുതൽ നേരം ഉപയോഗിക്കാനുള്ള ഒരു ലാസ്റ്റിങ് ഇതിനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പറയാനുള്ളത് 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. ടച്ച് വളരെ സ്മൂത്തായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് പിന്നെ മറ്റൊരു ഫീച്ചർ പറയാനായിട്ടുള്ളത്. സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ്. മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അതായത് വെള്ളത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഒരു IP52 റേറ്റിംഗ് അവർ പറയുന്നുണ്ട്. അത്രയും ഒരു പ്രൊട്ടക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയാനായിട്ടുള്ളത് റാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. 2 GB റാം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ IR ബ്ലാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കത് റിമോട്ടായിട്ടും ഫോൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. TV അങ്ങനെ എല്ലാ സാധനത്തിലും റിമോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയാനായിട്ടുള്ളത് SD കാർഡ് സ്ലോട്ട് ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് 512 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഹൈബ്രിഡ് സ്ലോട്ട് ഫോണല്ല. ശരിക്കും നമുക്ക് 2 സിം കൂടാതെ മെമ്മറി കാർഡ് കൂടെ എക്സ്ട്രാ ഉപയോഗിക്കാനുള്ള ഒരു അവൈലബിലിറ്റി ഇതിനകത്തുണ്ട്. നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഹാൻഡ്സെറ്റ് ഉണ്ട്. അതുപോലെ പിന്നെ ചാർജർ അഡാപ്റ്റർ 22.5 വാട്ടേജാണ് അഡാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ അതിൻ്റെ കേബിൾ എല്ലാം ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് കവർ നമുക്ക് എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ട്. ഇനി നമ്മൾ സെറ്റിൻ്റെ ഒരു കളറും കാര്യങ്ങളും പറഞ്ഞാൽ ഇത് നമ്മൾ കൂൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് 3 കളേഴ്സാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പോക്കോ യെല്ലോ, അതുപോലെ ഈ കൂൾ ബ്ലൂ, അതുപോലെ പവർ ബ്ലാക്ക്. അങ്ങനെ 3 കളറാണ് നമുക്ക് പോക്കോ M4 കിട്ടുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ എബോട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ MIUI 13 വെർഷൻ യൂസർ ഇൻ്റർഫേസ് ആണ് അതിവിടെ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ സ്റ്റോറേജ് ഇവിടെ നോക്കുകയാണെങ്കിൽ 20.9 GB യൂസ്ഡ് ആയിരിക്കും ശരിക്കും. ഇത് 128 GB മെമ്മറിയുള്ള ഫോണാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി നമുക്ക് ഉപയോഗിക്കാം. 20.9 GB യൂസ്ഡ് ആയിരിക്കും. നമ്മൾ ആൻഡ്രോയിഡ് വെർഷൻ 12 ആണ് ഇതിൽ ഉള്ളത്. റാം നമുക്ക് 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. 4 GB റാമിൻ്റെ ഉണ്ട്, അതുപോലെ 6 GB റാമും ഉണ്ട് കിട്ടാൻ. പിന്നെ മെമ്മറി ഓപ്ഷൻ നമുക്ക് 64 GB, ഇൻറ്റേർണൽ മെമ്മറി 64 GB ഉണ്ട്, 128 GB ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോസസറിൻ്റെ കാര്യം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡിമെൻസിറ്റി 700 ആണ്. അതുപോലെ ഒക്ടാ-കോർ പ്രോസസ്സറാണ്, 2.2 GHz ആണ്. ഇനി നമ്മൾ ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ നോക്കിയാൽ ബാക്ക് ക്യാമറ 2 ക്യാമറയാണ്. അതിൽ മെയിൻ ക്യാമറയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 50 MB 50 മെഗാ പിക്സൽ ക്യാമറയാണ് മെയിൻ ക്യാമറ വരുന്നത്. അത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ക്യാമറ ഉണ്ട്, അത് ഡെപ്ത് സെൻസറാണ്. 2 MB ആണ് അതിൻ്റെ ഒരു സൈസ് പറയുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ. ഇത് നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 8 MBയുടെ ഫ്രണ്ട് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ 2 ക്യാമറയും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ, അതായത് 1080p റെസൊല്യൂഷനിൽ 30 FPS വീഡിയോ ഷൂട്ടിംഗ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഫോണിൻ്റെ ഇതിൻ്റെ സ്ലോട്ടുകളും കീസും ഒക്കെ ഇതിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. നമുക്കതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് സെൻറ്ററിൽ കാണാൻ പറ്റുന്ന C-ടൈപ്പ് ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ് നമുക്ക്. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മൈക്കിൻ്റെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ സ്പീക്കറിൻ്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഇതേ സപ്പോർട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നല്ലപോലെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കീസ്, ഒന്ന് ഫിംഗർ പ്രിൻറ്റും പവർ ബട്ടണോടെ ഒറ്റ ബട്ടണിലാണ് വരുന്നത് നമുക്ക്. അതുപോലെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് വോളിയം കീസ്, പ്ലസ് ആൻഡ് മൈനസ് വോളിയം കീ ആണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡ് വരുന്നത് മെമ്മറി കാർഡ് സ്ലോട്ട്, അതുപോലെ സിം സ്ലോട്ട്. ഇത് രണ്ടും ഒരു ഒറ്റ ട്രെയിലാണ് കേട്ടോ. 2 സിമ്മും മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഒറ്റ ട്രെയിലാണ്, നമുക്കത് കാണാൻ പറ്റും. ഇനി അതിൻ്റെ ടോപ്പ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതിന് എക്സ്ട്രാ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് എടുത്തേക്കുന്നത് 12,999 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. അപ്പോൾ ഞാൻ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലും കിട്ടുന്നതിലും അധികമാണ് ഈ സെറ്റിലുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കണ്ണും വിട്ട് വാങ്ങിക്കാവുന്നൊരു സെറ്റാണിത്. ഇതിൻ്റെ ഡിസൈൻസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല ഒരു ഗ്രിപ്പ് ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് പർച്ചേസ് ചെയ്ത് ശരിക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പർച്ചേസിങ് ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.